ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ നത്തിങ് ഫോൺ 3 രണ്ടാഴ്ചയായിട്ട് എൻ്റെ പ്രൈമറി ഡിവൈസായിട്ട് യൂസ് ചെയ്യാണ്. അപ്പോൾ ഈ ഡിവൈസിൽ നിന്ന് എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് ആയിരിക്കും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആദ്യമേ പറയുന്നത് എനിക്ക് നത്തിങ് ഇന്ത്യ അയച്ചെന്ന റിവ്യൂ യൂണിറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ അൺബോക്സിങ് എക്സ്പീരിയൻസിലാണ് ഏറ്റവും വലിയൊരു കോൺ വരുന്നതെന്ന് വെച്ചാൽ ബോക്സിൽ നമുക്ക് ചാർജർ കിട്ടുന്നില്ല, ഫോണും പിന്നെ ഇവരുടെ സ്റ്റൈലിലുള്ള ഒരു സിം എജക്ടർ പിന്നും പിന്നെ ഡോക്യുമെൻറ്റേഷനും ടൈപ്പ് സി ടു സി കേബിളുമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഇതിൻ്റെ ഡിസൈൻ പാർട്ട് നമുക്ക് നോക്കാം. ഡിസൈനാണ് എപ്പോഴും നത്തിങ്ങിൻ്റെ ഒരു യുണീക്ക് സംഭവമായിട്ട് നിൽക്കുന്നത്. ഇതിലും അങ്ങനെ തന്നെയാണ്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് ബാക്കും പിന്നെ ഈ ഗ്ലിഫ് ലൈറ്റിൻ്റെ സെറ്റപ്പും കാണുമ്പോൾ തന്നെ നമുക്കൊരു യുണീക്ക് ഫീൽ കിട്ടും. പിന്നെ പുതിയതായിട്ട് വന്നൊരു അഡീഷൻ ഇവരുടെ ഈ ഒരു എസെൻഷ്യൽ കീ എന്ന് പറഞ്ഞൊരു സംഭവം, അതിൽ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രീൻഷോട്ട് ക്രിയേറ്റ് ചെയ്യാം, അതിൽ നോട്ട്സൊക്കെ ആഡ് ചെയ്ത് സേവ് ചെയ്ത്. പിന്നെ ഗ്ലിഫ് ലൈറ്റ് എത്രത്തോളം യൂസ്ഫുൾ എന്നുള്ളത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലർക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും, ചിലർക്ക് അത്ര യൂസ്ഫുൾ ആയിട്ട് തോന്നാൻ ചാൻസ് ഇല്ല. അപ്പോഴത് ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ ഡെഫിനറ്റ്ലി ഒരു ഫൺ ഫീച്ചറാണ്. എന്ന് വെച്ചാൽ സെറ്റിങ്സിലൊക്കെ എടുത്ത് നമുക്ക് റിംഗ് ടോണൊക്കെ ഒന്ന് ഇട്ട് നോക്കുമ്പോൾ ബാക്കിൽ ലൈറ്റ് എത്തും. പിന്നെ ഡിസൈനിൽ തന്നെ പറയാനുള്ള കാര്യം വെച്ചാൽ ഇച്ചിരി വലിയ ഫോണാണ് കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് സെറ്റപ്പ് അല്ല, 200 ഗ്രാമിൽ കൂടുതലുണ്ട്. അപ്പോൾ സ്ക്രീൻ ഗാർഡും കേസും ഒക്കെ ഇട്ട് വരുമ്പോൾ ഇച്ചിരി കൂടെ വെയിറ്റ് ആകും. ആ ഒരു കാര്യമുണ്ട്. പക്ഷെ വലിയ സീനില്ല, നിങ്ങളത് യൂസ് ചെയ്യാം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര കംഫർട്ടബിൾ ലൈറ്റ് വെയിറ്റ് സെറ്റപ്പ് അല്ല. വലിയ ഫോണാണ്, അതിൻ്റെ ഒരു കാരണം വലിയ ഡിസ്പ്ലേ ആണ്. 6.77 ഇഞ്ചിൻ്റെ 120 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ ആണ് ഇവിടെ വരുന്നത്. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിസ്പ്ലേ നല്ല ബ്രൈറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ 1300 നിറ്റ്സിൻ്റെ HBM ബ്രൈറ്റ്നസ് നമുക്കിതിൽ കിട്ടുന്നുണ്ട്. പിന്നെ കളർ ട്യൂണിങ് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ കംപ്ലൈൻറ്റ് പറയാനൊന്നുമില്ല. നെറ്റ്ഫ്ലിക്സിൽ HDR സപ്പോർട്ടില്ല, ആ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അത് നത്തിങ്ങിൻ്റെ ഒരു ഫോണിലും ഇല്ല. അത് അവരൊന്ന് കൺസിഡർ ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ 120 ഹെർട്സിൻ്റെ ഡിസ്പ്ലേ ആണ്. ഇതിൽ സെറ്റിങ്സിൽ നമുക്ക് ഡൈനാമിക് എന്നൊരു ഓപ്ഷനിലാണ്, റിഫ്രഷ് റേറ്റിൽ ഡൈനാമിക് എന്നൊരു ഓപ്ഷനിലാണ് ഇത് സെറ്റായിട്ട് വരുന്നത്. അതിൽ ചില ആപ്സൊക്കെ 90 ഹെർട്സിലാണ് വർക്കാവുന്നത്. പക്ഷെ നിങ്ങൾ ഹൈ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാ ആപ്സും 120 ഹെർട്സിൽ വർക്കാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമുണ്ട്. ആ 90 ഹെർട്സിലാവുന്ന സംഭവമല്ലേ, അത് അങ്ങനെ നമ്മളെ എക്സ്പീരിയൻസിനെ ഒരുപാട് അഫക്റ്റ് ചെയ്യത്തില്ല. പക്ഷേ ആ ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ PW ഡിമ്മിങ്, അത് ഐ സ്ട്രെയിൻ കുറയ്ക്കാനുള്ള ആ സംഭവം 2160 ഹെർട്സ് ആയിരുന്നു. അപ്പോഴത് ആ കാര്യം സോർട്ടഡ് ആണ്. പിന്നെ സ്പീക്കറിൻ്റെ ട്യൂണിങ് അവർ നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട്, കംപ്ലൈൻറ്റ് പറയാനൊന്നുമില്ല. ഹാപ്റ്റിക് ഫീഡ്ബാക്ക്, നമ്മൾ ടൈപ്പ് ചെയ്യാൻ കിട്ടുന്ന ആ ഒരു വൈബ്രേഷൻ ഇല്ലേ, ആ സംഭവം കൊള്ളാം. പക്ഷേ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കുറച്ചുകൂടെ നന്നാക്കായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ റീസെൻ്റ് ആപ്സിൽ ഓട്ട് പോകുമ്പോഴും ക്യാമറയിലൊക്കെ അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാമായിരുന്നു. അത് നത്തിങ് ഫ്യൂച്ചറിൽ അവരുടെ OSൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഹാപ്റ്റിക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത് നമുക്ക് സെക്യൂരിറ്റിക്ക്. അത് നല്ലപോലെ തന്നെ വർക്കാവുന്നുണ്ട്. ഇനി ഇതിൻ്റെ പെർഫോമൻസ്, സ്നാപ്ഡ്രാഗൺ 7s Gen 3 ചിപ്സെറ്റാണ് വരുന്നത്. പിന്നെ LPDDR4X RAM, UFS 2.2 സ്റ്റോറേജാണ് വരുന്നത്. ഈ ചിപ്സെറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ പ്രൈസിന് അങ്ങനെ ബെസ്റ്റ് ചിപ്സെറ്റ് ഒന്നുമല്ല, പക്ഷേ തീരെ മോശമാണെന്ന് ചോദിച്ചാൽ അതുമല്ല. അറൗണ്ട് 8 ലാഖിൻ്റെ AnTuTu സ്കോർ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ റെഗുലർ യൂസും ആപ്പ് ഓപ്പണിങ് ക്ലോസിങ് അങ്ങനത്തെ സംഭവങ്ങൾ, പിന്നെ മൾട്ടി ടാസ്കിങ്, ആ കാര്യങ്ങളൊക്കെ ഇത് നല്ല രീതിക്ക് ചെയ്യും. പിന്നെ BGMIൽ സ്മൂത്ത് 90 FPS സെറ്റിംഗ് കിട്ടുന്നുണ്ട്. ഞാൻ കുറച്ച് കളിച്ചൊക്കെ നോക്കി, അങ്ങനെ വലിയ ഫ്രെയിം ഡ്രോപ്പും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ കാഷ്വൽ BGMI ഗെയിമിങ്ങിന് ഇത് നല്ലതാണ്. പക്ഷേ നിങ്ങൾ ഭയങ്കര ഹെവി ഗെയിംസ്, ജെൻഷൻ ഇമ്പാക്റ്റ് അതൊക്കെ കളിക്കാനാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ BGMI തന്നെ HDR 60 കളിക്കണമെങ്കിൽ ഈ റേഞ്ചിൽ നമുക്ക് സ്നാപ്ഡ്രാഗണിൻ്റെ 8s Gen 3 ചിപ്സെറ്റുള്ള ഫോൺസ് ഉണ്ട്, അത് കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഹെവി ഗെയിമിംഗ് ആണ് നിങ്ങൾ പ്രയോറിറ്റി എങ്കിൽ ആ ഫോൺസ് സെലക്ട് ചെയ്യുക. സാധാ യൂസിനൊന്നും ഇത് വലിയ സീനില്ല. ഇതിൽ ഇവർ UFS 3.1 സ്റ്റോറേജ് യൂസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ ഈ ഫോൺ. ഓക്കെ, പിന്നെ വലിയ ഹീറ്റിങ്ങോ ത്രോട്ട്ലിങ് ഇഷ്യൂസോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. പിന്നെ അടുത്ത് നിങ്ങൾ ഈ ഫോൺ സെലക്ട് ചെയ്യണതിൻ്റെ മെയിൻ കാരണം ഇതിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആയിരിക്കും. ഭയങ്കര കിടിലാണ്. എന്ന് വെച്ചാൽ പേരിന് പോലും എക്സ്ട്രാ ആപ്സ് ഒന്നും അവർ ഇൻസ്റ്റാൾ ചെയ്ത് തന്നിട്ടില്ല. ഭയങ്കര ക്ലീനാണ്, നല്ല അനിമേഷൻസും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇവരുടെ ഈ മോണോക്രോം ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീം സെറ്റപ്പ് ആയാലും എക്സ്ട്രാ വരുന്ന കസ്റ്റമൈസേഷൻ ഫീച്ചേഴ്സ് എല്ലാം നൈസാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര പ്രീമിയം എക്സ്പീരിയൻസ് ആണ്. പിന്നെ 3 വർഷത്തെ OS അപ്ഡേറ്റും 6 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും നത്തിങ് ഈ ഫോണിൽ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാം പെർഫെക്റ്റ് ഒന്നും ഞാൻ പറയത്തില്ല കേട്ടോ. ഇവരുടെ ഇപ്പം വന്ന ഗാലറി ആപ്പില്ലേ, പുതിയ ഗാലറി ആപ്പ്, അത് ഭയങ്കര ബേസിക്കാണ്. അത് അവർക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കാൻ പറ്റും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാപ്റ്റിക്സിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സോഫ്റ്റ്വെയറിൽ കുറച്ചുകൂടെ ബെറ്റർ ആകാം. പിന്നെ AI ഫീച്ചേഴ്സും അത്ര കിട്ടില്ല ബാക്കി ബ്രാൻഡ്സ് വെച്ച് നോക്കാം. അപ്പോൾ ആ കാര്യങ്ങൾക്കൊക്കെ നത്തിങ് ഇമ്പ്രൂവ് ആകാം. പക്ഷേ സോഫ്റ്റ്വെയർ ആസ് എ ഹോൾ ഭയങ്കര കിടിലാണ്, സൂപ്പറാണ്. ഇനി അടുത്തതിൻ്റെ ക്യാമറ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബാക്കിൽ നമുക്ക് 3 ക്യാമറാസാണ് വരുന്നത്. മെയിൻ ക്യാമറ 50 MBയുടെ സാംസങ്ങിൻ്റെ JN9 സെൻസറാണ്. സെൻസർ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. പിന്നെ 2x 50 MBയുടെ ഒരു സൂം ലെൻസ് വരുന്നുണ്ട്. 30x വരെ നിങ്ങൾക്ക് ഡിജിറ്റൽ സൂം പോകാൻ പറ്റും. പിന്നെ
8 MB ഒരു അൾട്രാ വൈഡ്. നമുക്ക് ഫ്രണ്ടിൽ വരുന്ന 32 MB ഒരു സെൽഫി ക്യാമറയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്യാമറ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മിക്ക സിറ്റുവേഷനിലും നമുക്ക് നല്ല ഫോട്ടോസ് കിട്ടുന്നുണ്ട്. എന്നുവെച്ചാൽ മെയിൻ ക്യാമറ അത്യാവശ്യം നല്ല ഡീറ്റെയിൽസും HDR പ്രോസസ്സിംഗ് ഒക്കെ നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട്. കളേഴ്സും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് വരുന്നത്. ഓക്കെ, പിന്നെ നൈറ്റ് ഫോട്ടോസിലും അത്യാവശ്യം ലൈറ്റ് ഇത് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ലൈറ്റ് കൺട്രോളും ഓക്കെയാണ്. ഒരുപാട് ലൈറ്റ്സ് ഒക്കെ വരുന്നെങ്കിൽ നല്ല രീതിക്ക് തന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇൻടോൺസും സാധാ സിറ്റുവേഷനിലെങ്കിൽ നല്ല രീതിക്ക് തന്നെ വരുന്നുണ്ട്. പിന്നെ 2x ലെൻസില്ല, 2x OS ഇല്ല. അത് ഈ പ്രൈസിന് അക്സെപ്റ്റബിൾ എന്ന് ഞാൻ പറയും. 2xൻ്റെ ട്യൂണിങ് നല്ല രീതിക്ക് തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ 2x പോർട്രേറ്റ് ഓപ്ഷൻ എനിക്ക് നല്ലപോലെ ഇഷ്ടമായി. ഈ പ്രൈസിനെ കൺസിഡർ ചെയ്യുമ്പം 2xൻ്റെ പോർട്രേറ്റ് ഫോട്ടോസും കൊള്ളാം. 4x ഫോട്ടോസും നല്ലതാണ് കേട്ടോ. ഒരു 6x വരെയൊക്കെ നിങ്ങൾക്ക് നല്ല ഫോട്ടോസ് കിട്ടും. പക്ഷെ അത് കഴിഞ്ഞ് നിങ്ങൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യല്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ അൾട്രാ വൈഡ് ഡേ ലൈറ്റിൽ മാത്രമേ യൂസബിൾ ഉള്ളൂ. ലോ ലൈറ്റിലൊക്കെ ഭയങ്കര ശോകമാണ്. പിന്നെ ഇതിൻ്റെ സെൽഫി ക്യാമറ ഫോട്ടോസ് എനിക്ക് ഇഷ്ടമായി. മിക്ക സിറ്റുവേഷനിലും നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. അഗെയിൻസ്റ്റ് ലൈറ്റ് ആയാലും HDRും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ ബാലൻസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതിൻ്റെ വീഡിയോ റെക്കോർഡിങ്, മെയിൻ ക്യാമറ വീഡിയോസ് 4K 30 വരെ റെക്കോർഡിങ് കേട്ടോ. ഇതിൻ്റെ 4K 30 മെയിൻ ക്യാമറ വീഡിയോ എനിക്ക് നല്ലപോലെ ഇഷ്ടമായി. എന്നുവെച്ചാൽ അതിൻ്റെ സ്റ്റെബിലൈസേഷൻ കൊള്ളാം. എക്സ്പോഷർ ഭയങ്കര ഓവർ വൈറ്റ് വാഷോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എക്സ്പോഷറും കളേഴ്സും ഒക്കെ നൈസാണ്. ലോ ലൈറ്റിൽ ഒബ്വിയസ്ലി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഡേ ലൈറ്റിൽ വീഡിയോസ് കൊള്ളാം കേട്ടോ. ലോ ലൈറ്റിൽ നോയ്സും കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. അത് ഈ പ്രൈസ് റേഞ്ചിൽ മിക്ക ഫോൺസിൻ്റെ അവസ്ഥ അത് തന്നെയാണ്, എക്സ്പെക്റ്റഡ് ആണ്. പിന്നെ ഇതിൻ്റെ സെൽഫി ക്യാമറ 1080p 30 FPS വീഡിയോ എനിക്കിഷ്ടം. പിന്നെ ഇതിൻ്റെ ക്യാമറാസിൽ പുതിയൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് തന്നെ സെറ്റിങ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഫിൽറ്റേഴ്സ് പോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ലെഡ്സ് എന്നൊരു സംഭവം, അത് വെച്ച് ഫോട്ടോ എടുത്ത് കുറച്ചുകൂടെ സ്പെഷ്യൽ വൈബ്, വേറെ വൈബൊക്കെ ഫോട്ടോസിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു നല്ല ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇതിൻ്റെ ക്യാമറാസിൽ കുറവായിട്ട് എനിക്ക് പറയാൻ തോന്നിയത് ചില സമയത്തൊക്കെ ലെൻസ് 1x 2x തമ്മിലുള്ള കളേഴ്സിൽ ഭയങ്കര വ്യത്യാസം വരുന്നുണ്ട്. ഈ ഫോട്ടോ നിങ്ങൾക്ക് കാണാം, ഇതിൽ 2x ആണ് കൂടുതൽ ആക്യുറേറ്റ്, പക്ഷേ 1x ഉണ്ടോ ഫുള്ള് ബ്ലൂയിഷ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു വിഷയം എന്ന് വെച്ചാൽ നമ്മൾ എഗെയിൻസ്റ്റ് ലൈറ്റ് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഫേസിന് ചുറ്റും ഒരു ഹാലോ എഫക്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു വിയേർഡായിട്ടുള്ള ഒരു പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു സംഭവമുണ്ട്. പിന്നെ അടുത്തെന്ന് വെച്ചാൽ നമ്മൾ സൈമൾട്ടേനിയസ് കണ്ടിന്യൂസ് ആയിട്ട് 2-3 ഫോട്ടോസ് HDR സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ ഒരു ഫോട്ടോ ഇത് പ്രോസസ്സ് ചെയ്യും, അടുത്ത 2-3 ഫോട്ടോസ് പ്രോസസ്സ് ചെയ്യില്ല. ചിലപ്പോൾ ഒക്കെ ഫോക്കസിങ് ഇഷ്യൂ ഉണ്ട് കേട്ടോ. അതും റാൻഡമാണ്, ഭയങ്കര ഇടയ്ക്കൊക്കെ ഫോട്ടോ ഫോക്കസേ ആവത്തില്ല. അപ്പോൾ ഈ കുറച്ച് ഇഷ്യൂസാണ് എനിക്ക് ക്യാമറാസിൽ തോന്നിയത്. ഇനി ഈ ഫോണിൽ നിങ്ങൾ ഒട്ടുമേ വറി ചെയ്യേണ്ടാത്ത കാര്യം ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പാണ്. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. നത്തിങ് നല്ലപോലെ അത് ഒപ്റ്റിമൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് ഇതിൻ്റെ ബാറ്ററി കില്ല് ചെയ്യാൻ പറ്റൂല, അത്രയ്ക്ക് കിടിലാണ്. ഒരു സിനാറി പറഞ്ഞാൽ ഈ ഫോൺ ഞാൻ 5G ഫുള്ളായിട്ട് യൂസ് ചെയ്തു ഒരു സൈക്കിളിൽ. അപ്പോഴെനിക്ക് 8 hour 6 minute എന്ന സ്ക്രീൻ ഓൺ ടൈം കിട്ടി. ഒരു 14% ബാറ്ററി ബാക്കിയും ഉണ്ടായിരുന്നു, മനസ്സിലായി. അതിൽ ഞാൻ ഒരു മീഡിയം ടു ഹെവി യൂസ് ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് ഹോട്ട്സ്പോട്ട് യൂസ് ഉണ്ടായിരുന്നു, ഗെയിമിംഗ് ഉണ്ടായിരുന്നു, പിന്നെ HDR വീഡിയോസ് കാണൽ, ബാക്കി ആപ്പ് യൂസേജ് എല്ലാം ഉണ്ടായിരുന്നു, മനസ്സിലായി. അപ്പോൾ ഭയങ്കര ഇമ്പ്രസീവ് ബാറ്ററി ബാക്കപ്പാണ്. പിന്നെ വേറെ ഒരു കുറവ് ഞാൻ പറഞ്ഞല്ലോ, ചാർജർ ബോക്സ് ചെയ്യുന്നില്ല, ആ ഒരു സംഭവമുണ്ട്. പിന്നെ ഞാൻ CMFൻ്റെ 33 watt ചാർജർ യൂസ് ചെയ്തത്. അത് 10 to 100 ഒരു അറൗണ്ട് 1 hour ആവുന്നു. പിന്നെ ഈ ഫോണിൻ്റെ കോൾ ക്വാളിറ്റി, നെറ്റ് റിസപ്ഷൻ, ആ കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഒരു ഇഷ്യൂസും ഞാൻ ഫേസ് ചെയ്തില്ല. 5G ഒക്കെ നല്ല രീതിക്ക് തന്നെ കിട്ടുന്നുണ്ട്, നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ കാര്യത്തിൽ സോർട്ടഡാണ്, ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഓവറോൾ ഈ ഫോൺ നിങ്ങൾ കൺസിഡർ ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ബേസ് വേരിയൻറ്റിന് 23,000 ആണ്, ഓഫറൊക്കെ ചേർത്ത് 828. അപ്പോൾ ആ ഒരു പ്രൈസിൽ നിങ്ങളൊരു ബാലൻസ്ഡ് ഫോൺ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യാം. യൂണിക് ആയിട്ടുള്ള ഒരു ഡിസൈൻ, അത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ ഒരു ഫാക്ടറാണ്. പിന്നെ ഇതിന് ഞാൻ പറഞ്ഞല്ലോ സോഫ്റ്റ്വെയർ ആണ് മെയിൻ ഹൈലൈറ്റ്. പിന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം കൊണ്ട് ഇത് കില്ല് ചെയ്യാൻ പറ്റില്ല, അത്രയ്ക്കില്ല. ക്യാമറ ചെറിയ കുറവുകൾ വെച്ചാൽ ക്യാമറയും പ്രൈസും നല്ലതാണ്. ഹെവി ഗെയിമിംഗ് ആണ് പ്രയോറിറ്റിയെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ സ്നാപ്ഡ്രാഗൺ 8s Gen 3 ഒക്കെ ഉള്ള ഫോൺസ് ഈ റേഞ്ച് നോക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിൻ്റെ ചാർജിങ് ഞാൻ പറഞ്ഞല്ലോ ഫാസ്റ്റസ്റ്റ് അല്ല, മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഭയങ്കര ഫാസ്റ്റ് ചാർജിങ് വേണമെങ്കിലും അതൊരു സംഭവമാണ്. പിന്നെ ഇച്ചിരി വലിയ ഫോണാണെന്നുള്ള കാര്യം പറയാം, നമുക്ക് ഈ റേഞ്ചിൽ കുറച്ചുകൂടെ ലൈറ്റർ ഫോൺസൊക്കെ കിട്ടും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മൈൻഡ് വെച്ച് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ ഒരു ഓവറോൾ ബാലൻസ്ഡ് ഫോൺ നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലൊരു പാക്കേജാണ്. അപ്പോൾ ഈ ഫോൺ നത്തിങ് ഫോൺ 3 യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.